ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും അവധി ദിവസങ്ങളൊക്കെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. ഇന്നില്ലേ, ഞാനൊരു വ്യത്യസ്തമായ ഒരു വ്ലോഗാണ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ ആഭരണ ശേഖരമാണ് നിങ്ങൾക്കൊപ്പം ഷെയർ ചെയ്യുന്നത്. ഞാൻ ഷെയർ ചെയ്യട്ടെ നിങ്ങളോടൊപ്പം? വന്നോളൂ, നമുക്ക് കാണാം. ഇതൊക്കെയാണ് എൻ്റെ ആഭരണ ശേഖരം. ഞാൻ എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമല്ലോ. ഇൻഡിവിജ്വലായിട്ട് ഞാനത് കാണിക്കാം. ഞാൻ ഈ കാണിക്കുന്നതൊന്നും ഗോൾഡ് അല്ല കേട്ടോ. ഈ ബാംഗിൾസ് ഇല്ലേ, ഞങ്ങൾ ജയ്പൂർ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഇത് വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ബാംഗിളാണ്. 2 എണ്ണം ഉണ്ട്. റിയലി നൈസ്. മീനാക്കരി വർക്ക് എന്ന് പറയും. പേളിലുള്ള ബാംഗിൾസ് ആണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ വാങ്ങിയിട്ടുള്ളത് ഓഷൻ പേൾസ് എന്നും പറഞ്ഞൊരു ഷോപ്പ് കവടിയാറുണ്ട്. അവിടെ നിന്നാണ് ഈ ബാംഗിൾസ് ഞാൻ വാങ്ങിയത്. ഓൾസോ ഈ ബാംഗിൾസ് ഞാൻ സ്റ്റൈൽ പ്ലസ് എന്ന് വാങ്ങിച്ച ബാംഗിൾസ് ആണ് കേട്ടോ. ഇത് ഡ്രസ്സിന് യൂസ് ചെയ്യുന്ന കളർ കോമ്പിനേഷനിൽ ഇടുന്നതാണ്. ഈ 2 ബാംഗിൾസ് ഞാൻ അല്ലാത്ത ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഒരുപാട് വർഷമായി. എനിക്ക് തോന്നുന്ന ട്രിവാൻഡ്രത്തുള്ള വെറൈറ്റി എന്ന് വാങ്ങിയതാണ് ഈ 2 ബാംഗിൾസ്. ഈ ഒരു ബാംഗിൾ ഞാൻ വാങ്ങിച്ചത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഇട്ട് കാണിക്കട്ടെ എൻ്റെ ബാംഗിൾസ്. ഇത്ര മാത്രമേ കൊള്ളുന്നുള്ളൂ കേട്ടോ. ഈ ബാക്കി കൂടെ ഞാൻ കാണിക്കാം. ദേ ലുക്ക് സോ ബ്യൂട്ടിഫുൾ. എങ്ങനെയുണ്ട് അതെല്ലാം? നല്ല ഭംഗിയില്ലേ? നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ആഭരണങ്ങളാണ് ഇത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ബാംഗിൾസ് ആണ് കേട്ടോ. ഇത് ഒരു ക്രിസ്റ്റൽ മാലയാണ്. ഇഷ്ടമായോ? അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കളറുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് ഞാൻ UK നിന്ന് വാങ്ങിച്ച ഒരു പേളാണ്. പേൾ മാലയാണ്. ഇത് ഇന്ത്യയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഈ മാല ഞാൻ ഓഷൻ പേൾസ് നിന്ന് വാങ്ങിച്ചതാണ്. ഇത് റിയൽ റൂബിയും റിയൽ പേളും അതുപോലെ തന്നെ ജെയ്ഡ് സ്റ്റോൺസ്. ഈ നെക്ലസ് ഞാൻ വാങ്ങിച്ചത് ഓഷൻ പേൾസിൽ നിന്നാണ്. കവടിയാർ കേസ്റ്റൻ റോഡിലുള്ള ഒരു ഷോപ്പാണ്. അവിടെ നിന്ന് വാങ്ങിച്ച നെക്ലസും അതിനെ മാച്ച് ചെയ്യുന്ന ഒരു ഇയറിങ്ങുമാണ്. ഇത് ഞാൻ ഓഷൻ പേൾസ് എന്ന് വാങ്ങിച്ചതാണ്. ഇത് സിർക്കോൺ ബീഡ്സ് ആണ്. 5 ജാതി ബീഡ്സ് ഉണ്ട് ഇതിൽ. 5 അല്ല 4 ജാതി ബീഡ്സ് ഉണ്ട്. ഇതും അതുപോലത്തെ ഒരിതാണ്. പക്ഷേ ഇത് ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ഇഷ്ടമായോ? ഇതെല്ലാം ക്രിസ്റ്റൽസ് ആണ്. സർവോസ്കി ക്രിസ്റ്റൽസ് ആണ്. ഇത് ഒരെണ്ണം എൻ്റെ മരുമകൾ തന്നതാണ്. ഇതും എൻ്റെ മരുമകൾ തന്നതാണ്. ഇതിൻ്റെ അകത്തൊരു ഡാൻസിങ് സ്റ്റോൺ ഉണ്ട്. വെരി ബ്യൂട്ടിഫുൾ ആണ് ഈ 3 പീസസും. നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ആഭരണങ്ങൾ നമ്മൾ എങ്ങനെയാണ് സ്വർണം സൂക്ഷിക്കുന്നത്, അതുപോലെ സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് വർഷങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെയിലുള്ള കളക്ഷൻസുകൾ മോർ ദാൻ 20 ഇയേഴ്സ് ആയതുവരെയുണ്ട്. 20 to 25 ഇയേഴ്സ് ആയതുവരെയുണ്ട്. കാര്യം ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ തുടച്ച് അതിന് ഓരോ ബോക്സുകൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ബോക്സിൻ്റെ അകത്ത് എടുത്ത് വയ്ക്കും. ഞാൻ ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സിലാണ് ബാംഗിൾസ് എല്ലാം ഇട്ട് വയ്ക്കാറ്. ഓരോ ബാംഗിൾസും സെപ്പറേറ്റ് ആക്കി ഒരേ വിധത്തിലുള്ള ബാംഗിൾസ് ഇതുപോലെയുള്ള ഒരു ബോക്സിലിട്ട് വയ്ക്കും. അപ്പോൾ നമുക്ക് അത് നല്ലതുപോലെ സൂക്ഷിച്ച് വയ്ക്കാം. അതുപോലെ തന്നെ ഒരുപാട് വിയർത്ത് കഴിഞ്ഞാൽ അതൊന്ന് തുടച്ച് വെക്കുകയും വേണം. ഇതെല്ലാം കുറച്ച് കമ്മലുകളാണ്. ബാക്കിയെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാം കൂടെ കാണിച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ, ബൈ ഫോർ നൗ. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.